അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ഇറച്ചി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. മധുരയിൽ നിന്നും ട്രെയിൻ മാർഗം പുലർച്ചെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പാഴ്സലിലാണ് ഇറച്ചി കണ്ടെത്തിയത്. ഇതിന് യാതൊരുവിധ രേഖകളും ഉണ്ടായിരുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യം ജില്ലയിലേക്ക് കടത്തുന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ അതിരാവിലെ മുതൽ തന്നെ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടയിലാണ് യാതൊരു രേഖകളുമില്ലാതെ കൊണ്ടുവന്ന ബോക്സ് കണ്ടെത്തിയത്. ബോക്സിന് സമീപം ഈച്ചകൾ വന്നിരുന്നതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ബോക്സ് പൊട്ടിച്ച് പരിശോധന നടത്തിയത്. ഏകദേശം 180 കിലോയ്ക്ക് മുകളിലുള്ള മാംസങ്ങളാണ് കണ്ടെത്തിയത്. ഇത് എവിടെ നിന്ന് വന്നതാണെന്നോ എവിടെ നിന്ന് അയച്ചതാണെന്നോ ഉള്ള യാതൊരുവിധ രേഖകളും ഇല്ലായിരുന്നു. റെയിൽവേയിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം അനധികൃതമായി ട്രെയിൻ മാർഗം ഇറച്ചിയും മത്സ്യങ്ങളും ജില്ലയിലേക്ക് എത്തിക്കുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് കുമാർ പറഞ്ഞു. നമ്മുടെ മത്സ്യം വ്യാപകമായി ട്രെയിനിൽ കൊണ്ടുവരുന്ന മത്സ്യം പഴകിയതാണെന്നുള്ളൊരു പരാതി തുടർന്നാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയത്. അപ്പോൾ ഈ പരിശോധന നമുക്കിന്ന് കണ്ടെത്താൻ പറ്റിയത് പഴകിയ മീറ്റാണ്. അതായത് ബീഫാണോ മട്ടനാണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പഴകിയ മീറ്റാണ് നമുക്ക് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രേസബിലിറ്റിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ റെയിൽവേയുമായി സംസാരിച്ചപ്പോൾ ഇത് പാഴ്സലിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഈ പാഴ്സൽ കൺസൈൻമെൻറ്റ് എടുത്തത് ആരിൽ നിന്നാണ്, ഇത് ആരിലേക്കാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇതിൽ യാതൊരു രേഖകളുമില്ല. അതുകൊണ്ട് പരിശോധനയെ സംബന്ധിച്ചും ഇതിൻ്റെ ബാക്കിയുള്ള നടപടികളെ സംബന്ധിച്ചും വളരെ ആശങ്കയും ബുദ്ധിമുട്ടുമാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ അതോറിറ്റിയുമായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ ചർച്ച നടത്താൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടിയ മീറ്റിനെ സംബന്ധിച്ച് അത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സൂചന അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് ട്രേസ് ചെയ്ത് ഇതിനാളെ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ഇരവിപുരം, കൊല്ലം, അതുപോലെ ചവറ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ പരിശോധന തുടർന്നാണ്, മത്സ്യത്തിൻ്റെ പരിശോധന തുടർന്നാണ് ഈ മീറ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. എന്തായാലും തുടർ നടപടികൾ ഇതിൻ്റെ ട്രേസബിലിറ്റി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ബാക്കി നടത്താമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം അനധികൃത ഇറച്ചികൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ഓട്ടോറിക്ഷകളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് കൊല്ലം തട്ടാമലയിൽ എത്തിക്കാൻ പറയും. അവിടെ ഇറച്ചി കൊണ്ടുവന്ന ബോക്സ് ഇറക്കി വെച്ച ശേഷം ഒരു മാരുതി ഒമിനി വന്ന് ഇത് കടത്തിക്കൊണ്ടു പോവുകയുമാണ് ചെയ്യുന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി കമ്മീഷണർ അറിയിച്ചു. ചാത്തന്നൂർ സ്വദേശിയാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ തെളിവായത്. പിടികൂടിയ ഇറച്ചി കോർപ്പറേഷന്റെ സഹായത്തോടെ മറവ് ചെയ്തു. ഏജന്റുമായി ബന്ധപ്പെടാനുള്ള നമ്പർ വിളിക്കുന്ന ഓട്ടോ ഡ്രൈവറിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. ഈ നമ്പർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയോടൊപ്പം നൽകി. റെയിൽവേയിലെ ചില ഉദ്യോഗസ്ഥരും ചില ഏജന്റുമാരും മുഖേനയാണ് ദിനംപ്രതി മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഇറച്ചിയും മത്സ്യങ്ങളും ജില്ലയിലെത്തുന്നത്. രാവിലെയാണ് ഇത്തരത്തിലുള്ള മാംസക്കടത്തലുകൾ നടക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഇതിന്മേലുണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള കടത്തുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുകയെന്ന് അധികൃതർ അറിയിച്ചു. ഇരവിപുരം, കൊല്ലം, ചവറ എന്നീ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ.